ഇപ്പോൾ ഈ മുണ്ടത്തിക്കോട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട സുന്ദരൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മുണ്ടത്തിക്കോട് 5 കുടിലുകളിലായാണ് വെടിക്കെട്ടുശാല പ്രവർത്തിച്ചിരുന്നതെന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട പാലക്കാട് പത്തിരിപ്പാല സ്വദേശി സുന്ദരൻ വ്യക്തമാക്കി. സ്റ്റോർ റൂമിന് സമീപത്ത് ഇരുന്നാണ് താൻ പടക്കം കെട്ടിയിരുന്നത്. അതിൻ്റെ പിന്നിൽ നിന്നും വലിയ ശബ്ദം കേട്ടു. പിന്നെ തീ ആളിപ്പടരുന്നത് കണ്ട് ഇറങ്ങി ഓടുകയായിരുന്നെന്നും സുന്ദരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. സൗണ്ട് കേട്ടു. അന്നേരം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് തീ ആള് പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പാടമുണ്ട്, പാടത്തേക്ക് ഇറങ്ങി ഓടുമായിരുന്നു. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ എൻ്റെ പുറകിൽ അത് കാണാൻ പറ്റത്തില്ല. വേറെ ഷെഡ് വേറെ ആയിട്ട് ഇരിക്കുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് അന്നേരം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 പേര് കൂടെ ഉണ്ടായിരുന്നത് വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ട് മാറിപ്പോയി. തീർച്ചയായിട്ടും വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ ഓർത്തെടുക്കുകയായിരുന്നു. ആ നിമിഷത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കുകയായിരുന്നു സുന്ദരൻ. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം അനുഭവം, ഞെട്ടിക്കുന്ന ഓർമ്മ പങ്കുവച്ചത്. സ്വാഭാവികമായും ഈ അപകട സമയത്ത് താൻ വയലിലേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് തനിക്ക് ജീവൻ തിരികെ കിട്ടിയത് എന്ന് സുന്ദരൻ പറയുന്നുണ്ട്. സമാനമായ രീതിയിലാണ് വിൽസണും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. വിൽസണാണ് ഈ അപകടത്തിന് ശേഷം രക്ഷപ്പെട്ടവരിൽ ആദ്യമായി പ്രതികരണം നടത്തുന്ന ഒരാൾ. അദ്ദേഹവും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. പലരും ഇരുന്ന് പണിയെടുക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പുറത്ത് ഈ വെടിക്കോപ്പിൻ്റെ തിരികൾ ഉണക്കാനിടുകയായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ തിരികൾക്ക് തീ പിടിച്ചതിന് ശേഷമാണ് ഈ തീ കത്താൻ തുടങ്ങിയത്. എങ്ങനെയാണ് ആ തീപിടുത്തം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് അദ്ദേഹത്തിന് അപ്പോഴും വ്യക്തതയുണ്ടായിരുന്നില്ല. കടുത്ത ചൂടായിരുന്നു കഴിഞ്ഞ ദിവസം മുണ്ടത്തിക്കോട് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ വെയിലത്ത് തിരികൾ ഉണക്കാനിട്ടതിന് ശേഷം ആണ് അവ വെടിക്കോപ്പുകളിലേക്ക് പടക്കങ്ങളിൽ നിറയ്ക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ചേർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരത്തിൽ വെടിക്കോപ്പുകളിലെ തിരികൾ കൂട്ടിയിടുകയും അവ വെയിലത്ത് ഉണക്കാനിടുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ കനത്ത ചൂടിൽ നിന്നും തീപിടുത്തം തീ പിടിച്ചതാകാം എന്നതാണ് അദ്ദേഹം നൽകിയ വിവരം.